എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയ കൊഞ്ചാണ്, കുട്ടനാടൻ കൊഞ്ച്. ഇത് കണ്ടില്ലേ, നീളമുള്ള കാലും വലിയ കൊമ്പും ഒക്കെയുള്ള മുഴുത്ത ഇനം കൊഞ്ച്. അത് വെച്ച് രുചികരമായ തേങ്ങ അരച്ച ഒരു കൊഞ്ച് കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൊഞ്ച്, അതിൽ നിന്ന് വലിയ 3 കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് നടുക്കത്തെ നൂലും എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 3-4 പച്ചമുളക് കീറിയത്. ഇനി ഒരു ചെറിയ മുറി തേങ്ങ ചുരുണ്ടിയത്, അത് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയിലേക്ക് ഒരു 3 ചുവന്നുള്ളി ചേർത്ത് അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പം വലിയ കൊഞ്ചായതുകൊണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഒരു 3 ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ 2 ഒത്തിരി വലിയ കൊഞ്ചാണ്, അതുകൊണ്ടത് ഞാൻ 3 കട്ട് ചെയ്തിട്ടുണ്ട്. ഇടത്തരം കൊഞ്ച് 2 കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അടിപൊളി ഈ തേങ്ങ അരച്ച കൊഞ്ച് കറി. അപ്പോൾ നമുക്ക് ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. മൺചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവായും 1 ടീസ്പൂൺ കടുകും ചേർത്ത് അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഒരു സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിന് പകരം ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം സവാളയോ ഉള്ളിയോ അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളി ഒരു 6-7 അല്ലി വെളുത്തുള്ളിയുണ്ട്. ഇഞ്ചി ഒരു മീഡിയം കഷ്ണം, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ചതച്ചത്. അതിലേക്ക് ഉപ്പുകല്ല് ചേർത്ത് കൊടുക്കാം. ഉപ്പുകല്ലും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. തക്കാളി ഒരുവിധം ഒന്ന് ഉടഞ്ഞു വരണം. ഇനി പച്ചമുളകും ചേർത്ത് വഴറ്റുക. എരിവിന് ആവശ്യമായ പച്ചമുളക് നമുക്ക് ചേർക്കാം. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് പുളിക്ക് ഒരു 2 അല്ലി കുടംപുളി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റി കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചത് ചേർത്ത് വഴറ്റാം. തേങ്ങ ചേർത്തൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. തേങ്ങായും മസാലകളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുടംപുളി 2 അല്ലി കുടംപുളിയും ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് വെള്ളവും കൂടെ നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളമൊക്കെ അല്പം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിനൊരു മാക്സിമം 10 മിനിറ്റ് നേരം മാത്രമേ ഇത് വേവിക്കാവുള്ളൂ. ഒരുപാട് വേവില്ല, കൊഞ്ച് പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഇളക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ കറി വേവിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പം തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇത് കല്ലിച്ച് പോകും. അതുകൊണ്ട് കറക്റ്റ് 10 മിനിറ്റ് 7 മുതൽ 10 മിനിറ്റ് വരെ മാക്സിമം
മതി. ഇനി പച്ച വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പില ഞെരടി അതും കൂടെ ചേർത്ത് ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പം ഒന്നാന്തരം കൊഞ്ച് കറി റെഡി.